ശരണ്യ അങ്ങനെ എൻ്റെ TS പുതിയ കല്യാണം. ഇപ്പൊ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഒന്നും അല്ല കേട്ടോ, തമിഴ്നാട്ടിൽ ഒരു കല്യാണത്തിന് പോവാണ്. അപ്പൊ കുറച്ച് മുന്നേ എടുത്ത വെച്ച് വീഡിയോ ആണ്, കുറച്ച് കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ വൈകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിത് ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ തൃശ്ശൂരിലേക്ക് നമ്മളിപ്പോ ബസ് കയറി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പൊ അതിനിടയിൽ കുറേ സംഭവങ്ങൾ നടന്നുണ്ട് കേട്ടോ. അതെല്ലാം പറയാതിരിക്കണത് തന്നെയാണ് നല്ലത്. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് പറഞ്ഞായിരുന്നു ഞാൻ. അപ്പൊ അപ്പൊ ഇതാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. നമ്മള് ഈ ട്രെയിനിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങളിപ്പോൾ ട്രെയിനിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്നുണ്ട്. അത്രയ്ക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ് കേരളം ഉണ്ടായത്. നമ്മള് സേഫാണ് കേട്ടോ. പിന്നെ നല്ല സേഫാണ്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടല്ല കേട്ടോ പോയത്, ജനറലിനാണ് പോയത്. അതാണ് നമ്മൾ ചെയ്തൊരു തെറ്റ്. കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുഴപ്പമില്ല, നമുക്ക് സീറ്റ് മുകളിൽ കിട്ടിയായിരുന്നു. കുറേ തിന്നാനുണ്ടായിരുന്നു കേട്ടോ, 7-Up കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ ആ സീറ്റ് ഫുള്ള് എടുത്തിട്ടിരിക്കാണ്ട്. പിന്നെ ആയിട്ട് സഹകരിച്ചായിരുന്നു. പിന്നെ ചേട്ടനെ അത് അങ്ങോട്ടേക്ക് പോയി ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അവിടെ നമ്മൾ 3 പേരും കൂടി ബോഗിക്കകത്തല്ല ഈ മുകളിൽ ഇങ്ങനെ നിൽക്കാണ്ട് ബർത്തിൽ. 7:28 സമയം നമ്മൾ 5 മണിക്ക് 5:15 ട്രെയിൻ കയറിയതാക്കാം. ഗൈസ് ഇപ്പൊ കണ്ട മുഖം ഫുള്ളും ടാനും. ചിരിച്ചിട്ട് വയ്യാതായിരിക്കുകയാണ് ഇവിടെ. ഞങ്ങളുടെ കയ്യിൽ കുറേ തിന്നാനൊക്കെ ഉണ്ട്. ഒരു കുപ്പി വെള്ളം ഉള്ളൂ. ഇവിടെ വെള്ളം വരുമോ? വെള്ളം വരുമോ? വേർത്ത് കുളിച്ചു ഗൈസ്. പിന്നെ കുറച്ച് നേരം നമ്മൾ ലുഡോ ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചാവുന്ന വരെ നമ്മൾ ട്രെയിനിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ അപ്പുറത്ത് പോയിട്ട് കിടന്നായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് കുറച്ച് സ്ഥലം മതി, അവൾ എവിടെയാണെങ്കിലും കിടക്കട്ടെ, എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു ഉറക്കം കഴിഞ്ഞ് ശരിക്കും വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെളിച്ചായപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് പോയിട്ട്, അപ്പം നമ്മൾ തിരുനെൽവേലിക്കാണ് പോകുന്നത്, കല്യാണം കൂടാനാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യന്റെ കല്യാണമാണ്. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് തമിഴ്നാട്ടിൽ കല്യാണത്തിന് പോകുന്നത് കേട്ടോ. എനിക്ക് അറിയില്ല ഇവിടെ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ദാ ഷർണീസ് മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കിടക്കുന്നുണ്ട് കേട്ടാ. ഫോട്ടോ അല്ലല്ലോ ഇത് ഫോട്ടോ അല്ല മണ്ടത്തി. ഫൈനലി നമ്മൾ ഞങ്ങളുടെ ഗൈഡാണ് കൊടുക്കണ്ടാന്ന്. അപ്പൊ നമ്മളെ ഇവന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. വിനീതാണ്. അപ്പോ ബസ്സിന് ഫ്രീ ആണ് കേട്ടോ തമിഴ്നാട്ടില്. അപ്പൊ ഇപ്പൊ കണ്ടത് ആളുടെ വൈഫാണ്. ആള് പ്രഗ്നന്റ് ആണ്. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതാ എന്തായാലും ഞാൻ അത്രയ്ക്ക് ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് നമ്മള് കല്യാണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോസ്റ്റ്യൂം. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അത്രയ്ക്ക് മേക്കപ്പ് ഇട്ടിട്ടില്ല, പിന്നെ എനിക്കറിയാലോ. ഓക്കെ, കല്യാണത്തിന് പോവാം. നമ്മൾ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ കല്യാണത്തിന് പോകുന്നത്. ഇതുവരെയായിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ അവിടെ കുറെ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? പിന്നെ ബസ് കയറിയിട്ട് നമ്മൾ കല്യാണത്തിന് പോവാണ്. ഈ ബസ് കയറിയിട്ട് ഒരു വലിയ കഥയുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നത്, സ്റ്റാൻഡിൽ വന്നതും ആളുകൾ കുപ്പിയും എന്തൊക്കെയോ വെച്ചിട്ട് സ്ഥലം പിടിക്കുന്നത്. നമുക്കത് അറിയില്ല. നമ്മൾക്ക് കുറെ കഴിഞ്ഞിട്ട് സീറ്റ് ഇട്ട്. പിന്നെ ഈ ഗിഫ്റ്റ് ഞാൻ പൊന്നു പോലെയാണ് ഇപ്പൊ നോക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഗിഫ്റ്റ് ഹോസ്റ്റലിൽ തന്നെ വെച്ച് പകുതി ദൂരം പോയിട്ട് പിന്നെ റിട്ടേൺ വന്നിട്ട് എടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ
തമിഴ്നാട്ടിൽ ആരും അധികം ലിപ്സ്റ്റിക് അടിക്കാറില്ല തോന്നുന്നു. നമ്മൾ രണ്ടുപേര് കണ്ടിട്ട് നോക്കിയായിരുന്നു നന്നായിട്ട്. ഞാൻ അവരെ നോക്കിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ എന്തായാലും കല്യാണത്തിന് പോകുമ്പോൾ നിരീക്ഷിക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മളെ മണ്ഡപത്തിട്ടുണ്ട്. അവിടെ അത്ര പേരൊന്നും ലിപ്സ്റ്റിക് അടിക്കുന്നില്ല. അപ്പൊ നമ്മുടെ കേരളത്തിലാണ് ലിപ്സ്റ്റിക് സുലഭം എന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ആരും തന്നെ. ഇത് നമ്മുടെ ടീമാണ് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതാ എല്ലാവരും TL ഏസം എല്ലാവരും ഉണ്ട്. ശരണേച്ചാണെങ്കിൽ വീട്ടിൽ ഫോട്ടോ എനിക്ക് വേണ്ടി അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും. ശരണ്യ അങ്ങനെ നിന്റെ TS പുതിയൊരു ഞങ്ങളെ കാണിക്കും. ഓക്കെ നമ്മളങ്ങനെ വെറൈറ്റി തമിഴ്നാട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് എവിടേക്ക് പോകാമെന്ന് പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് സംസാരിച്ചു. ഈ മഞ്ഞ കളർ സാധനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ. അതിൽ ബിസ്ക്കറ്റ്, കടലമിഠായി, ഒരു ലഡും കൂടെ ഉണ്ട്. പിന്നെ വെറ്റിലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കല്യാണത്തിന് പോയി എല്ലാവർക്കും കിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള എൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ഇവരെന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനത് അത്ര മെയിൻ അടിച്ചില്ല. ഇതൊക്കെ എന്ത് എന്നൊരു മട്ടിലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരു വാട്ടർഫാൾസ് കാണാനാണ്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി കുറച്ച് എന്താണ് കഠിനമായിരുന്നു. കല്ലും മുള്ളും കാലിക്കും എത്താന്ന് പറയുന്ന പോലുള്ള ഒരു വഴികളായിരുന്നു. നമ്മളിപ്പോൾ എടാ ഇതിന്റെ പേരെന്താ? അഗസ്ത്യർ ഫാൾസിലാണ് പാപനാശം. തമിഴ്നാട്ടില് നമ്മുടെ പാലക്കാടിനേക്കാളും ചൂടാണ് കേട്ടോ മൊത്തത്തിൽ. ഇവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ കല്യാണം കഴിഞ്ഞ് പല വേദനിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും രാത്രിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ കല്യാണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ വന്ന വിനീത് തന്നെയാണ് നമ്മളെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ കല്യാണം നടന്നത്. അപ്പോൾ ഇത്രത്തെ വീഡിയോ താങ്ക് യു. രാവിലെ വരെ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ ബൈ വിനീത്.